ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുക്കും, അത്രയേ ഉള്ളൂ. ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പീസസ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം ഒരു 2 വിസിൽ ഞാൻ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ചിക്കൻ ആകുമ്പോൾ തന്നെ നമുക്ക് സവോള വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 സവോള ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അത്യാവശ്യം കുറച്ച് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കൂടുതലും പൊട്ടാറ്റോ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്തോട്ട് ഭയങ്കര സോഫ്റ്റ് ആവട്ടോ. കൂടുതലും ചിക്കൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ മതി, ബാക്കി എല്ലാ ഐറ്റംസും കൂടുതലാക്കിയിട്ട് കുറച്ചൊരു അധികം സോഫ്റ്റ് അല്ലാതെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. സെയിം ആ ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊട്ടാറ്റോ നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷം അതും ഒരു ഏകദേശം ഒരു 3-4 വിസിലൊക്കെ ആയപ്പോഴാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറഞ്ഞ മസാല മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി അധികം ഒന്നും വാടേണ്ട ആവശ്യമില്ല. നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാവണം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എല്ലാം മിക്സ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ചൂടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പച്ച ചുവ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഓരോരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം കേട്ടോ. ബോൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പൊന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായയുടെ കൂട്ടത്തിൽ കഴിക്കണം തോന്നും. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ എന്നാൽ വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുവാണ് കേട്ടോ. ഏകദേശം നമുക്ക് 10 എണ്ണമാണ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാ ഇത്രയും നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പണി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മളെ ബ്രെഡാണ് കേട്ടോ. അത് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. പിന്നെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു മുട്ടയുടെ ആവശ്യം ഇത്ര എണ്ണത്തിന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അത് ബീറ്റ് ചെയ്തു കേട്ടോ. കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തതാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു എഗ്ഗിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പിനുള്ളത് ആദ്യം തന്നെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഈ പാത്രത്തിൽ വെക്കുക ചെയ്ത് എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇടാമല്ലോ. അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഇട്ടതിന് ശേഷം രണ്ടാമത് ഇതുപോലെ ക്രംസിലൊക്കെ മുക്കി വരുമ്പോഴത്തേനും ആദ്യം ഇട്ടത് കരിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അത്ര എണ്ണ എടുക്കുന്നുള്ളൂ അതിലോട്ട്. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഒരു എണ്ണക്കടിയായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രം നമ്മളിത് ചെയ്താൽ മതി. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കട്ട്ലേറ്റ്സ് 10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ചട്ടിയിൽ എണ്ണ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും എണ്ണ നമുക്ക് മതി കേട്ടോ. കുറച്ച് എണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഫുൾ നമ്മൾ മുക്കി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും ഓക്കെയാണ്. ഈ ഒരു മിക്സ് ചിലപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്കൊക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അതും നമുക്ക് കുറച്ച് ഈസിയാണ് ഈവനിങ്ങിലോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബൈ.